ഇലക്ഷൻ കാലത്ത് പാർട്ടിയെ വെട്ടിലാക്കിയ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ച മുൻ പ്രസിഡന്റ് രവീന്ദ്രനും CPIM മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും പ്രസിഡന്റും ബോർഡുമായി തർക്കത്തിലായിരുന്നു. ഒരു അഴിമതിയും ബാങ്കിൽ നടന്നിട്ടില്ല എന്നും രവീന്ദ്രൻ പത്തനംതിട്ടയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സഹകരണ സ്ഥാപനമായ CPM നിയന്ത്രണത്തിലുള്ള അടൂർ സർവീസ് സഹകരണ ബാങ്കിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നും 75 ലക്ഷം രൂപയുടെ അഴിമതി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ബാങ്ക് പ്രസിഡന്റ് പൊൻതാമര പിള്ള രാജിവെച്ചിരുന്നു. CPM സംസ്ഥാന സമിതി അംഗവും അടൂർ മുൻ MLAയുമായിരുന്ന R ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യയാണ് രാജിവെച്ച പൊൻതാമര പിള്ള. പാർട്ടി അടൂർ ഏരിയ കമ്മിറ്റി അംഗവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ P രവീന്ദ്രനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഒരു അഴിമതിയും ബാങ്കിൽ നടന്നിട്ടില്ല. താൽക്കാലിക ജീവനക്കാരെ ബോർഡ് അറിയാതെ നിയമിച്ചു. അതേ തുടർന്നുള്ള തർക്കം മാത്രമാണ് അടൂർ ബാങ്കിൽ നടന്നത് എന്നും പൊൻതാമരപ്പിള്ളയാണ് സെക്രട്ടറിയോട് അടക്കം മോശമായി പെരുമാറിയത് എന്നും മുൻ പ്രസിഡന്റ് രവീന്ദ്രൻ പറഞ്ഞു. കാരണത്താൽ ബോർഡ് കൂടുകയോ ബാങ്കിലെ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോ ആ ബോർഡിലെ ആളുകൾ മറ്റു മാത്രമല്ല അല്ലാത്തവര് നിഷ്പക്ഷമായ ആളുകളൊക്കെ ബോർഡിലുണ്ട്. അവിശ്വാസമൊക്കെ സംഘടനപരമായ പോരായ്മകളൊക്കെ വീട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതൊക്കെ പിന്നെ ചർച്ച ചെയ്യണം. അതിനകത്ത് അവിശ്വാസം കൊണ്ടുവന്നെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇവിടെ പത്രസമ്മേളനം സംബന്ധിച്ചെല്ലാം പാർട്ടി പരിശോധിക്കുക. അതേ പറയുന്നത് ഇതിനുശേഷം കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുന്ന ആകെ ഇതിനപ്പുറത്ത് തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഏതന്വേഷണത്തിൽ സ്വാധീനം ചെയ്തു. അങ്ങനെ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ പാടില്ല. ഇലക്ഷൻ കാലത്ത് പാർട്ടിയെ വെട്ടിലാക്കിയ വാർത്താ സമ്മേളനം അത് പരിശോധിക്കും എന്ന് മാത്രം നേതൃത്വത്തിന്റെ മറുപടി. R ഉണ്ണികൃഷ്ണപിള്ളയ്ക്കും ഭാര്യ പൊൻതാമരപ്പിള്ളയ്ക്കും പിന്നിൽ ആരെന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകാതെ KP ഉദയഭാനു. തർക്കം പ്രധാനമായിട്ട് ഇതാണ്, ഈ ഒരു ജീവനക്കാരിയുടെ പ്രശ്നമാണ്. അതാണ് ഇവർ തർക്കത്തിലുള്ളത്. അതുവരെ അത് ഒഴിവാക്കാൻ പറഞ്ഞു. അതല്ലേ അവിടെ പറഞ്ഞെ ഇവര് ബോർഡും പ്രസിഡന്റും അവിടുത്തെ പ്രസിഡന്റിന്റെ അടിസ്ഥാന കാരണം ആ ജീവനക്കാരിയെ താൽക്കാലിക ജീവനക്കാരിയെ ഒഴിവാക്കണമെന്നുള്ളതാണ്. എനിക്കറിയില്ല, അത് പരിശോധിക്കില്ല. ഒരു താൽക്കാലിക ജീവനക്കാരല്ലേ, ആരെങ്കിലും ചെയ്തിട്ടുണ്ട് നടപടി എടുത്തോട്ടെ, അതിന് നമുക്ക് തർക്കമില്ല. അതുകൊണ്ട് അതിനൊന്നും പ്രശ്നമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണ്. എന്താ പറയുക, ഒരു ജീവനക്കാരിക്ക് വേണ്ടി രണ്ടുപേരുടെ ഇവരെല്ലാം ഒന്നും ചേർത്ത അതിനു വേണ്ടിയാണ് ഈ പ്രശ്നം. അത് പറയാനായോ ഞങ്ങൾ വന്നത്? എന്തറിയോ, അവരൊഴിവാക്കാൻ പറഞ്ഞു. ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബോർഡ് തീരുമാനിച്ചു, ഡിപ്പാർട്ട്മെന്റും പറഞ്ഞു.